ഗൂഗിൾ പേ, ഫോൺ പേ, QR കോഡ് വഴി KSEB ബിൽ എങ്ങനെ പേ ചെയ്യാൻ നോക്കാം. അതിന് ഗൂഗിൾ ബ്രൗസറിൽ KSEB ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റിൽ വരുന്ന ക്വിക്ക് പേ സെലക്ട് ചെയ്യുക. കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക. KSEBയിൽ കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യുക. ഈ കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടയ്ക്കാനുള്ള തുക ഇവിടെ കാണിക്കുന്നതാണ്. വേണമെങ്കിൽ ഇവിടെ ഇമെയിൽ ID എൻ്റർ ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും ഓപ്ഷൻസാണ് ഉള്ളത്. ബാങ്ക് വഴി, ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി പേ ചെയ്യാം. ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് വഴി അടയ്ക്കുമ്പോൾ ചാർജസ് വരില്ല. അതർ ബാങ്ക്സ് ആകുമ്പോൾ നമുക്ക് 4 രൂപയും GSTയും ചാർജസ് വരും. പിന്നെ ഉള്ളത് UPI ആണ്. UPI കോഡ് ഉപയോഗിച്ച് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചൊക്കെ പേ ചെയ്യാം. UPI വഴി എങ്ങനെ പേ ചെയ്യാമെന്ന് നോക്കാം. UPI ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേ നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. പേ നൗ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആണ് കാണിക്കുക. അപ്പോൾ ഇവിടെ QR കോഡ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ QR കോഡ് വരും. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഈ QR കോഡ് സ്കാൻ ചെയ്യുക. അതല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ, ഫോൺ പേ, മറ്റ് ബാങ്കുകളുടെയൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയാൽ വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് റെസിപ്റ്റ് പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ നമുക്ക് ഈ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യാനോ സേവ് ചെയ്ത് വെക്കാനോ ഒക്കെ സാധിക്കുന്നതാണ്.